ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ കുറുമ്പാലക്കോട്ട വ്യൂ പോയിൻറ്റിലേക്കാണ്. നല്ല മഴയുള്ളൊരു ദിവസമാണ്. നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ അവിടെ എത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് അവർ പറയുന്നത് സ്വന്തം വാഹനങ്ങളിൽ മലമുകളിലേക്ക് കയറാതിരിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ ജീപ്പ് സർവീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 2 സൈഡിലേക്കും പോയിട്ട് വരാനായിട്ട് 600 രൂപയാണ് ചാർജ്. റോഡിൻ്റെ അവസ്ഥ അത്രയും ദയനീയമാണ്. അതുകൊണ്ടാണ് സ്വന്തം വണ്ടിയിൽ മേളിലേക്ക് പോകരുതെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ആൾക്കാർ നടന്ന് മല കയറുന്നതും 2 വീലറൊക്കെ പോകുന്നത് കണ്ടു. പക്ഷേ 2 വീലറൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ജീപ്പിന് പോലും കയറാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ജീപ്പ് ഡ്രോപ്പിംഗ് സെൻറ്ററിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ട്, കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. മഴ ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കാനായിട്ട് വിമ്പി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത്. പിന്നെ കുന്ന് കയറുന്നതിന് മുന്നേ ഞാൻ ജീപ്പിൽ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇനി എത്ര ദൂരം ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുണ്ടാവും ചോദിച്ചപ്പോൾ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 300 മീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഗൈസ് നിങ്ങൾക്കറിയോ, ആ ചേട്ടൻ എന്നെ പറ്റിച്ചതാണ്. എന്തായാലും 300 മീറ്ററെല്ലാം നടക്കാൻ ഒരു 1.5 കിലോമീറ്ററിൽ കൂടുതൽ നടക്കാനുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്കുള്ള ഒരു പുല്ലിനെയും പൂവിനെയും ഒന്നും ഞങ്ങൾ വെറുതെ വിട്ടില്ല, എല്ലാവരെയും ഒന്ന് തൊട്ട് വിട്ടു. പിന്നെ മല കയറാൻ നേരത്ത് ഞങ്ങളൊരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു സാനിറ്റൈസറും കയ്യിൽ വെച്ചു. കാരണം ഈ പ്രദേശത്തൊക്കെ അട്ടകളുടെ സാമീപ്യം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഇനി എങ്ങാനും അട്ട കടിച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസർ അടിച്ച് കഴിഞ്ഞാൽ അട്ട വിട്ടു പോകുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിതാ അങ്ങനെ മലമുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ ഇവിടുത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും നന്നായിട്ട് അത് ആസ്വദിച്ചു. എന്നാൽ നമുക്ക് നമ്മളിങ്ങനെ ഒരു കൂട്ടിൽ നിന്ന് തുറന്ന് വിട്ടൊരു ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആ ആകാശവും പിന്നെ അവിടുന്ന് താഴേക്കുള്ള വ്യൂവും ഒരു രക്ഷയില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട കയറും അത്രേ ഈ മലമുകളിലേക്ക്. അപ്പം അത് നമുക്കിങ്ങനെ തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. ചാറ്റൽ മഴയും കാറ്റും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരുന്നപ്പോഴേക്കും ദാണ്ടട വരുന്നു നല്ല കിടുക്കച്ച് മഴ പെയ്തപ്പോഴേക്കും അവിടെ കയറി നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് 2 ഷെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി ഷെഡിലേക്ക് കയറി. കുടയൊന്നും എടുക്കാതെയാണ് ഞങ്ങൾ മല കയറാൻ നിന്നത്. ഇൻ കേസ് പെയ്താലും കൊള്ളാമെന്നൊക്കെ കരുതി. പക്ഷേ ഷെഡ് കണ്ടപ്പോഴേക്കും മഴ കൊള്ളാനുള്ള ആ മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ താഴെ അവർ ഇൻസ്ട്രക്ഷൻസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാലിന്യങ്ങളൊന്നും ഇങ്ങനെ വലിച്ചെറിയരുത് എന്ന്. എന്താ അറിയില്ല, നമ്മുടെ കേരളക്കാരുടെ ഒരു പ്രത്യേകതയാണോ എന്നറിയില്ല. ഇത്രയും നല്ലൊരു പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാലിന്യങ്ങൾ ഇങ്ങനെ അവിടെ വലിച്ച് വാരിയിട്ടേക്കാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാവുന്നില്ല. എന്തിനാ ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്നതെന്ന്. എന്തായാലും ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, കോടയിറങ്ങാനൊന്നും കാത്തില്ല. ഞങ്ങൾ തിരിച്ച് മലയിറങ്ങി. പിന്നെ കയറിയതിനേക്കാളും ഡിഫിക്കൽട്ടാണ് താഴേക്ക് ഇറങ്ങാൻ. കാരണം ഒന്ന് വഴുതി പോയി കഴിഞ്ഞാൽ നേരെ താഴേക്കാണ്, നടക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനത്തെ കണ്ടീഷനായിരുന്നു റോഡൊക്കെ. പിന്നെ ഞങ്ങളെ ഇറക്കത്തിൽ ഒരു കാപ്പിത്തോട്ടമൊക്കെ കണ്ടു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയിരുന്നു കാപ്പിത്തോട്ടത്തിലൊക്കെ കയറിയിട്ട് പോവാന്ന്. അങ്ങനെ ഞാൻ കാപ്പിത്തോട്ടത്തിലൊക്കെ കയറി ഉറങ്ങിക്കിടന്ന കാപ്പി മരങ്ങളൊക്കെ ഒന്ന് തൊട്ട് തലോടി വെളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ ഇതാ ലാസ്റ്റ് ഞങ്ങൾ നമ്മളെ ജീപ്പ് ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് എത്തി. ഞങ്ങളങ്ങനെ ജീപ്പിൽ കയറിയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ പഴയ 90s ഉണ്ടായിരുന്ന ടൈപ്പ് ചായക്കടയില്ലേ, അതുപോലെ ഒരെണ്ണം. അവിടെ കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ, കുറേ കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ, പിന്നെ മുട്ട, മാഗി, ചായ, ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇരിക്കാനുള്ള സ്ഥലവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ചായക്കും കുറച്ച് പലഹാരമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്
അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കളഞ്ഞു. ചായ വന്നപ്പോഴേക്കും ഇതാ വരുന്നു നല്ല മഴ. ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. എന്താ പറയുക, മഴ, ചായ, പിന്നെ ജോൺസൺ മാഷിൻ്റെ പാട്ട് കിട്ടിയില്ല. പിന്നെ അവിടുത്തെ എന്താ ആ ഒരു ചായക്കട കണ്ടപ്പോഴേക്കും എനിക്ക് പഴയ കാലം നന്നായിട്ട് ഓർമ്മ വന്നു. പിന്നെ ഒരാളുണ്ടേ, ഇവൻ കുറേ നേരമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കഷ്ണം അവനും കൂടെ കൊടുത്തപ്പോൾ അത് വലിച്ച് വാരി തിന്നത് കണ്ടു. അങ്ങനെ ചേച്ചി അവിടെ നിന്ന് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് അവനിട്ട് കൊടുത്തു. നന്നായിട്ട് കഴിക്കുന്നുണ്ട്. വിശന്നിട്ടാണോ എന്താ അറിയില്ല, നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ വയനാടിൻ്റെ ചുരം ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.